എന്നേക്കാൾ നന്നായിട്ട് മിന്നുവിനെ അമ്മയ്ക്കറിയാലോ. എന്നിട്ടും അപ്പം വേണ്ടാത്ത പിടിവാശിയാ. അമ്മ എന്നെ അപ്പനോട് സംസാരിക്കും. ഇക്കാര്യത്തിൽ അപ്പനത് ഒറ്റ അഭിപ്രായമുള്ളൂ. അത് നടക്കില്ല, സമ്മതിക്കില്ല. അപ്പം വാശിയിലാണെങ്കിലേ ഞാനും വാശി. ലക്ഷ്മിനി അവരൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇവനെയല്ലേ പഠിപ്പിക്കേണ്ടത്. എന്തായാലും എന്റെ മോൻ കൊട്ടാരത്തിലെ അടിച്ചു കളിക്കാരുടെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതൊന്നും ചോദിക്കാനല്ല, എല്ലാം എനിക്കറിയാം. നിനക്ക് എന്തറിയാന്നാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ച് ചിലത് പറയാനുണ്ട്. എന്താ നിനക്ക് എന്നെ പറ്റി പറയാനുള്ളത്? കൊട്ടാരത്തിനകത്ത് ചായ കൊടുക്കലും മിന്നൂനൊരിക്കലും പ്രാർത്ഥനയും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതെല്ലാം ഞാനായിട്ട് അങ്ങനെ ക്ഷമിക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം പിന്നെ പരിഹരിക്കാം. ഏജ് ഓവർ കേസല്ലേ. പക്ഷെ ആദ്യയുടെ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം എന്റെ തീരുമാനം തന്നെ അവളുടെയും. അല്ല, എനിക്കും ആ കുട്ടിയെ ഇഷ്ടം. മതി, എനിക്ക് അമ്മയുടെ സപ്പോർട്ട് ഉണ്ടായ. അതന്നെ. ഇവനെന്തു പറഞ്ഞാലും പിന്താകാൻ നീണ്ടല്ലോ. അങ്ങനെ ഇവന്റെ താളത്തിനൊത്ത് തുള്ളിയന്റെ ഫല നമ്മളിപ്പോ അനുഭവിക്കണേ. ആ ഒറ്റ കാരണം കൊണ്ട് എവിടെ വരെ എത്തിയത് അത് അമ്മയും മോനും മറക്കണ്ട. എന്റെ ലക്ഷ്മി നമ്മുടെ മകനാണ് ഇവനെന്ന് ഈ തറവാട്ടിൽ അറിഞ്ഞാൽ അവർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ലക്ഷ്മി അമ്മയുടെ മകനാണ് ആദ്യം എന്നറിഞ്ഞാൽ ഒരുപക്ഷെ വർമ്മ സാറി കല്യാണത്തിന് സമ്മതിച്ചേക്കും. പക്ഷെ ആന്റണിച്ചനാണ് അച്ഛനെന്നറിഞ്ഞാൽ അപ്പനെ സാറിന് വലിയ കാര്യമൊക്കെ തന്നെയാ. പക്ഷെ ആന്റണിച്ചൻ ഇപ്പോഴും ഭക്ഷണം പിന്നാമ്പുറത്താ. പിന്നെ ആന്റണിച്ചൻ ഒരു വെളുത്ത ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ നമുക്കൊരു പൊണൂലൊക്കെ അങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. എന്റെ മോന് ചേരുന്ന കുട്ടിയാ മിന്നു. ഓഹോ, നിന്റെ മോൻ. അപ്പൊ ഇവൻ എന്റെ ആരുമില്ല. മിന്നു ഉണർന്ന എന്നെ തിരക്കും. പീതാംബര, ഇപ്പൊ അമ്മയും മകനും ഒറ്റക്കെട്ടായി. ഈ അപ്പം പുറത്ത് നടക്കട്ടെ. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്വന്തം രൂപം തിരിച്ചു പിടിക്കാം. മൊത്തം തന്നോളൂ. കാക്കേ ഞാൻ ഇറങ്ങി, നീ വീട്ടിലേക്ക് പോക്കൂ. അല്ല, നമ്മുടെ എൻഡിങ് ചെയ്യുമ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഓ എന്റെ വയ്ക്കത്തപ്പാ, ഇപ്പൊ മനസ്സിലായി. എന്താടാ തേണ്ടി ആദ്യം പറയാത്തത്? ഇതെങ്ങാനും മിന്നു മോളറിഞ്ഞാൽ അന്ന് തന്നെ ആ തറവാട്ടിൽ അടിച്ചു പുറത്താക്കും. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അവരിപ്പോഴും കറങ്ങൂല. അല്ല സാറേ, രണ്ടുപേരും ഈയിടെയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താ? അല്ല, ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിന്നു മേഡത്തിനെ ആദ്യം സാർ അടിച്ചിട്ട് പോകോ? മിന്നു മോളെ പറ്റി ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ അവൾ എന്റെ മോൻ രാഹുൽ കെട്ടാൻ പോണ പെണ്ണാ. മിന്നു, ഞാൻ പറയുന്നു കേക്കണ്ട. ആദിയുടെ പുരാണം നീ കേക്കണം. എന്റെ വീട്, അച്ഛൻ, അമ്മ. ഞാൻ പറഞ്ഞല്ലോ, കൊറേയൊക്കെ എനിക്കറിയാം. നിനക്കറിയാത്ത പലതും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണെങ്കിൽ അങ്ങനെ ആയിക്കും. ആദ്യമായിട്ട് എനിക്ക് തിരിച്ചു തന്ന സന്തോഷങ്ങളും സ്വപ്നങ്ങളും തിരിച്ചെടുക്കാനാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് മിന്നുമോളെ ഇഷ്ടാണോ? അതെ. എന്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലയാ, പെങ്ങളെ ജീവിച്ചിരുന്നപ്പോ എനിക്ക് എന്താ വാക്കാ മിന്നുവിന്റെയും എന്റെ മകൻ രാഹുലിന്റെയും കല്യാണം. വാക്കല്ലി മാറ്റാൻ പറ്റും, നാക്ക് മാറ്റാൻ പറ്റില്ല. എന്തായാലും അറിയാ, ആദിത്യനും ലക്ഷ്മിയും വന്നതിന് ശേഷമാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആന്റണി, ആദിത്യന്റെ കോലോത്തി എന്ന് അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. അന്നിങ് വന്നേ. അതെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം
നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം തീരുമാനിക്കാൻ. ഈ കാര്യം പറയുമ്പോ എനിക്കൊരു ഏതാണ്ട് പോലെയാ ഒരിത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് സിനിമയിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അമ്മയെ ഇറക്കുമതി ചെയ്യാറ്. എന്റെ മോൻ ആശിച്ചതൊന്നും ഈ അപ്പ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഞാനാണ് അവന്റെ അപ്പനെന്നറിഞ്ഞ വേണ്ട, ഞാനായിട്ട് അവനൊരു ജീവിതം ഇല്ലാതാക്കണ്ട. കൊട്ടാരത്തിൽ ഒരു പെണ്ണിനെ തന്നെ എന്റെ മോൻ കെട്ടുമ്പോൾ ലക്ഷ്മിക്ക് വലിയ സന്തോഷാവും. അവരുടെ സന്തോഷ ആന്റണിയുടെ സമ്പാദ്യം. ഈ അപ്പനൊരു അപേക്ഷയുണ്ടെന്ന് ആദ്യോട് പറയണം. ആദ്യം മോന്റെ അച്ഛൻ മരിച്ചെന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ വേറൊരു അപ്പനെ കൊണ്ടുവന്ന് നാടകം കളിക്കരുത്. അത് ചിലപ്പോ ഈ അപ്പന് സഹിക്കില്ല. ഞാൻ തടഞ്ഞില്ല. തടഞ്ഞാലും ആന്റണിച്ച് നിൽക്കില്ല എന്ന് എനിക്കറിയാം. ലക്ഷ്മിയമ്മേ, നമ്മളൊക്കെ വെളുത്തവരാ, ആന്റണിച്ചൻ കറുത്തവനും. പക്ഷെ ആന്റണിച്ചന്റെ മനസ്സിന്റെ വെളുപ്പ് നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ഞാനും ആന്റണിച്ചന്റെ അടുത്തേക്ക് പോവാ. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മ എന്നും എന്റെ ആദിയുടെ ഒപ്പം ഉണ്ടാവണം. എവിടേക്കും വിടില്ല ഞാൻ എന്റെ ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ, എന്താ പറ്റി? ഒന്നുമില്ല മോളെ, മോടെ സ്നേഹം കണ്ടപ്പോ. ഈ ലക്ഷ്മിയമ്മ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, അച്ഛാ, അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഇന്നലെ കിടന്നത്? രാത്രി ലക്ഷ്മിയമ്മ കുറെ കരയുന്നുണ്ടായിരുന്നു. അളിയാ, അളിയാ. ഓ, എന്താളിയാ? ലക്ഷ്മിയെ കാണാനില്ല. ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടുവരെ വിളിച്ച് തറവാട്ട് കയറ്റി കിടത്തരുത്. ഇപ്പൊ എന്തായി? എന്റെ അളിയ, അതൊക്കെ പിന്നെ പറയാം. അളിയനൊന്ന് അന്വേഷിച്ചേ. നീ പോയി വേലക്കാരുടെ മുറി നോക്ക്, ഞാൻ ആ പൊട്ടന്റെ മുറി നോക്കട്ടെ. അമ്മ, ഞാനൊന്ന് പറയുന്നത് മോനെ, അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അപ്പന്റെ കണ്ണീര് വീണ കേതി പിടിക്കില്ലെന്ന്. അമ്മ കരയാതിരിക്കേ. നേരെ ഒന്ന് വെളുത്തോട്ടെ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്കിവിടെ നിറങ്ങാം. ആ, കരയല്ലേ എന്ന്. പൊട്ടനെ കാണാനില്ലല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടതായിരിക്കും. എന്തൊക്കെയാണാവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ആ മാനേജരെ പിടിക്കാം.